തീർച്ചയായിട്ടും കഴിഞ്ഞ 8-9 മാസമായി സംസ്ഥാനത്തെ ഡോക്ടർമാര് സമരത്തിലാണ്. സമരമെന്ന് പറയുന്നത് സൂചനാ സമരമായി എത്രയോ മാസങ്ങളോളം ഇവര് നടത്തിയിരുന്നു. അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു വാക്ക് വിശ്വസിച്ചാണ് ഇവര് അനിശ്ചിതകാല സമരം 1 മാസം മുമ്പ് തീരുമാനിച്ചത്. അത് തൽക്കാലം നിർത്തിവെച്ചു. പക്ഷേ ഇവർക്ക് പലപ്പോഴും കൊടുക്കുന്ന വാക്കുകൾ ഒന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല. അവർ ഏതെങ്കിലും ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനോ അന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനോ ഒന്നുമല്ല അവർ സമരം. എല്ലാ സർക്കാർ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തപ്പോഴും ഈ ഡോക്ടർമാർ ആവശ്യപ്പെട്ട അവർക്ക് കിട്ടേണ്ട ന്യായമായ ശമ്പള പരിഷ്കരണമായാലും അതുപോലെയുള്ള മറ്റ് ആവശ്യങ്ങൾ ഉൾപ്പെടെ അവർ ചോദിക്കുന്ന തീർത്തും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. ഇപ്പോൾ OP-കൾ ബഹിഷ്കരിച്ചുകൊണ്ട് തുടർച്ചയായ OP-കൾ ബഹിഷ്കരിച്ചുകൊണ്ട് സമരത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുവാനോ അവർക്കെതിരെ സംസാരിക്കുവാനോ സാധിക്കില്ല. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവരെ യഥാർത്ഥത്തിൽ പറ്റിക്കുന്ന സമീപനമാണ് ഇത്രയും കാലം കഴിഞ്ഞ 8-9 മാസക്കാലമായി അവർ നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ സേവനം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ജയിലിൽ കിടക്കുന്ന കൊള്ളയും കൊലയും നടത്തിയ ആൾക്കാർക്ക് വരെ ശമ്പളം പരിഷ്കരിച്ചു കൊടുക്കുന്ന ഈ ഗവൺമെന്റ് ഡോക്ടർമാരുടെ ശമ്പളം പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നടപ്പിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ഈ ഗവൺമെന്റ് ആരുടെ പക്ഷത്താണ്? പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്ന രാത്രിയൊന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ പാവപ്പെട്ട രോഗികളുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാർക്ക് സഹായം ചെയ്തില്ലെങ്കിലും ജയിലിൽ കിടക്കുന്ന പിടിച്ചുപറിക്കാർക്കും കൊലപാതകികൾക്കും മോഷ്ടാക്കൾക്കും എല്ലാ അസാന്മാർഗിക പ്രവർത്തനവും നടത്തി ജയിലിൽ ശിക്ഷ അനുഭവിച്ച് കഴിയുന്നവർക്ക് അവരുടെ വേതനം 100 ഇരട്ടിയല്ല 200 ഇരട്ടി വർദ്ധിപ്പിച്ചു കൊടുക്കാനും ഈ ഗവൺമെന്റിന് യാതൊരു പ്രയാസവുമില്ല. ഈ ഗവൺമെന്റ് ധാർമ്മികമായ മൂല്യങ്ങൾ ഇല്ല. ഈ ഗവൺമെന്റിന് മനുഷ്യത്വപരമായ സമീപനം ഇല്ല എന്ന് കഴിഞ്ഞ എല്ലാ നടപടിയിലൂടെയും വ്യക്തമാകുകയാണ്. ഡോക്ടർമാരുടെ മുമ്പിൽ ഇനി മറ്റൊരു മാർഗവുമില്ല. ഇവിടെ നമുക്കറിയാമല്ലോ, ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ ചികിത്സാ ഉപകരണങ്ങളില്ല. ഇത് തുറന്നു പറഞ്ഞ് ഇവിടുത്തെ ഒരു ഡോക്ടറാണ്, ഒരു HOD തുറന്നു പറഞ്ഞത് ഉപകരണങ്ങളില്ല. ഈ ഉപകരണങ്ങൾ വേണമെങ്കിൽ ആശുപത്രി സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പാളിന്റെയും പാദസേവ നടത്തേണ്ട ഒരു ദയനീയമായ സാഹചര്യം. അവര് പാദസേവ നടത്തിയാലും അവർക്കും വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കാര്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഉപകരണങ്ങളും മരുന്നുകളും കൊടുക്കുന്ന മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ തന്നെ 2000 കോടിയിലധികം രൂപ വിവിധ കമ്പനികൾക്ക് കുടിശ്ശിക കൊടുക്കാൻ കിടക്കുകയാണ്. അങ്ങനെ സർവ്വ മേഖലയിലും തകർന്നടിഞ്ഞ ഒരു സംവിധാനം, ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ പക്ഷെ രോഗികൾ എത്തുമ്പോൾ അവർക്ക് ഒരു ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത്. മനുഷ്യർക്ക് അവർക്ക് അർഹതയുള്ള ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു മൗലിക അവകാശങ്ങളും ഈ സംസ്ഥാനത്ത് കിട്ടുന്നില്ലല്ലോ. അതിന്റെ ഭാഗമായി ഇതും ഇപ്പോൾ കിട്ടുന്നില്ല. രോഗികൾ വന്നാൽ മരിക്കേണ്ടി വരുമെന്ന് പറയുന്നത് ഇത് ആദ്യ സംഭവമല്ല. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കൂട്ടിരിപ്പുകാരി ചെന്നപ്പോൾ കെട്ടിടം വീണ് മരിച്ചില്ലേ? അതുപോലെ എത്ര അപകടങ്ങൾ. ഇപ്പൊ ആശുപത്രി SAT ആശുപത്രി ചെന്നാൽ അവിടെ കറണ്ടില്ലാതെ മെഴുകുതിരി വെട്ടത്തിൽ പ്രസവിക്കേണ്ട ഒരു സാഹചര്യം. ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും ആരോഗ്യ വകുപ്പ് തകർന്നടിഞ്ഞിരിക്കുന്നു. ഇതിലൊരു മന്ത്രി എന്ന ഇല്ലാതായിട്ട് എത്രയോ വർഷക്കാലമായി. ഒരു പേരിനും വേണ്ടി ഒരാളെ മന്ത്രിയാക്കി വെച്ചിട്ടുണ്ട്. ആ മന്ത്രിയെ കൊണ്ട് ഈ ആരോഗ്യ മേഖലയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് എനിക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ അറിവുള്ളതാണ്. അപ്പോൾ ഒരു പൂർണ്ണമായും നിഷ്ക്രിയമായ ഒരു വകുപ്പ് അതിന്റെ ആവശ്യത്തിന് ചികിത്സയ്ക്കായി എത്തിയാൽ മരണം ഉറപ്പായി പരലോകത്തേക്ക് പോകാനുള്ള വിസ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി ആരോഗ്യ മേഖല സർക്കാർ ആശുപത്രികൾ അധപ്പതിച്ചിരിക്കുകയാണ്. ഇതിന് സർക്കാരിന് യാതൊരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് വിവിധ സ്ഥാപനങ്ങൾക്ക് കുടിശ്ശിക കൊടുക്കാൻ കിടക്കുന്നത്. മരുന്ന് വാങ്ങിച്ചതിലും മറ്റു ഉപകരണങ്ങൾ വാങ്ങിച്ചതിലും ഈ ആശുപത്രിയിലെ മറ്റു സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ കോടിക്കണക്കിന് രൂപ വിവിധ കമ്പനികൾ കുടിശ്ശിക ബാധ്യത വരുത്തിക്കൊണ്ട് ഇനി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമുക്ക് അതിദയനീയമായി കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഈ ഗവൺമെന്റിന് അധികം നാളില്ല എന്ന് ജനം പ്രതീക്ഷിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഈ സംസ്ഥാനത്ത് ജനങ്ങളുടെ ബാധ്യത ഒഴിയാൻ വേണ്ടി ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്
എനിക്ക് മനസ്സിലാകുന്ന ചെറിയൊരു അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.